അന്ന് സാമൂഹ്യ നീതി ക്ഷേമ വകുപ്പ് മന്ത്രി കെ ശൈലജയാണ്. ശൈലജയോട് ചോദിക്കുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു അറസ്റ്റ് ചെയ്തായിരുന്നു എന്നാണ്. അത് പച്ചക്കള്ളമാണ്. ഒന്ന് അവർക്കറിയാം അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നും അവർക്കറിയാം. അവർ സ്ഥലം MLA കൂടെയാണ്. സ്ഥലം MLA. പാലത്തായി കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു പോക്സോ കേസാണ് എന്നുള്ളത് മാത്രമല്ല, ആ ഒറ്റ കേസോടുകൂടി പിണറായി വിജയൻ സർക്കാരിനെ പറ്റിയുള്ള രണ്ട് പ്രധാന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നു. അതിലൊന്ന്, പോലീസ് സേനയിലെ RSSന്റെ സ്വാധീനം എന്താണ് എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യാവുന്നത് പാലത്തായി കേസിലാണ്. ഏതെങ്കിലും ഒരു ഘടകങ്ങൾ സ്വാധീനിക്കാതെ ഒരു പോക്സോ കേസിലെ പ്രതിക്കെതിരെ അനാവശ്യമായി പോലീസ് അന്വേഷണം വൈകിപ്പിക്കുക, അറസ്റ്റ് വൈകിപ്പിക്കുക. ഇപ്പോൾ മാർച്ച് മാസത്തിൽ ഇതിൽ പരാതി കൊടുത്തിട്ടും ഏപ്രിൽ അവസാന വാരം മറ്റാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അത് 2020 ലോക്ക്ഡൗൺ സമയം കൂടിയാണ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിന് പല ലോജിസ്റ്റിക്കൽ പ്രശ്നമൊക്കെ പറയാമെങ്കിൽ പോലും ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ FIR ഇടുന്നില്ല, ആളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾക്ക് സമരം ചെയ്യേണ്ടി വരികയാണ്. നാട്ടുകാർക്ക്, പല സംഘടനകൾക്ക് സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു അസ്വാഭാവികത അന്ന് തന്നെ മണത്തു. അന്ന് സാമൂഹ്യ നീതി ക്ഷേമ വകുപ്പ് മന്ത്രി കെ ശൈലജയാണ്. ശൈലജയോട് ചോദിക്കുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു അറസ്റ്റ് ചെയ്തായിരുന്നു എന്നാണ്. അത് പച്ചക്കള്ളമാണ്. ഒന്ന് അവർക്കറിയാം അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നും അവർക്കറിയാം. അവർ സ്ഥലം MLA കൂടെയാണ്. സ്ഥലം MLA. സാമൂഹ്യ നീതി ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. അത് ഈ കുട്ടികളുടെ ഗാർഡിയനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രിയാണ് പറയുന്നത്. അയാൾ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അത് പച്ചക്കള്ളമാണ്. ആ പച്ചക്കള്ളം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസിലുള്ള RSS സ്വാധീനം, ആ സ്വാധീനത്തെ ചെറുക്കാൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിനും രണ്ടാം പിണറായി വിജയൻ സർക്കാരിനും കഴിഞ്ഞില്ല. അങ്ങനെ കഴിവില്ല, ആ ഭരണകൂടത്തിന് ത്രാണിയില്ല എന്നുള്ളത് ആദ്യമായി എക്സ്പോസ്ഡ് ആയ ഒരു സംഭവമാണ് പാലത്തായി കേസ്. അതിന് മുമ്പ് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് വിളിച്ചു പറയുന്നത്, അയാൾ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു എന്ന് വിളിച്ചു പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ വേറെ ഒരു കാരണം അതിനില്ല.